ഹായ് കൂട്ടുകാരെ, സജിത് ബ്രോ കാലിക്കറ്റാണ്. ഞാൻ കുറേ കാലമായി വിചാരിക്കുന്നത് വീട്ടിലേക്ക് ഒരു പ്ലാവ് വാങ്ങണമെന്ന്. ഈ വെറ്റനറിൽ വീട്ടിൽ പ്ലാവൊന്നുമില്ല. ചക്ക വൈഫിൻ്റെ വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരല്. അപ്പോൾ ഒന്ന് ഞാൻ വയനാട്ടിൽ പോയി വരണ വഴിക്ക് താമരശ്ശേരി കഴിഞ്ഞപ്പോൾ ഒരു ഫാം കണ്ടിട്ടോ, ഒലിവ് എന്ന് അതിൻ്റെ പേര്. ഞാൻ കോഴിക്കോട് കടലുണ്ടി കേട്ടുണ്ടോ? അത് 2 260 ഇനിയിപ്പോൾ എന്താ എടുക്കുക? അവിടെ തന്നെ അവിടേക്ക് പോകാൻ പറ്റുമോ? സപ്പോർട്ട് വേണം. വിയറ്റ്നാമിന് എത്രയാ? ഇത് ഏറ്റവും കുറവാണോ? നല്ല ഒന്നും എടുക്കുന്നത്. ഇത് നമ്മള് ചട്ടി തന്നെ കുഴിച്ചാൽ മണ്ണ് കുഴിച്ചിട്ടുണ്ട്. എത്ര വേണം നമ്മുടെ? 500 രൂപ. ഇത് നല്ല ആരോഗ്യമുള്ള നിർത്തണേ. ഇതോ ഇത് 220. ഇതൊക്കെ 400. ഇതല്ല, ഇതൊക്കെ 400 രൂപ അല്ലേ? പിന്നെ നല്ല സൂര്യപ്രകാശം വേണ്ട. ഹായ് ഗൈസ്, അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഒരു ചെടിയും ഒരു വെറ്റനറിൻ്റെ പ്ലാവ് എടുത്തിട്ടുണ്ട് കേട്ടോ. 250 രൂപ പ്ലാവിന്, പിന്നെ ചട്ടി കൊടുത്ത് അങ്ങനെ അതൊക്കെ വാങ്ങി തിരിച്ച് പോകാൻ കേട്ടോ. നല്ല കരുത്തുള്ള ആളാണ് എടുത്തത്. അപ്പോൾ 250 ആണെന്ന് കേട്ടോ അവർ പറഞ്ഞു. വലുതിന് 420 പറഞ്ഞു, ചെറുതിന് 250 പറഞ്ഞു. അങ്ങനെ വാങ്ങിയിട്ടോ. അങ്ങനെ ഞാൻ ഇവിടുന്ന് പോവാണ്. വണ്ടിയിൽ കയറ്റി സാധനമൊക്കെ പോകും. ഇവിടെ എല്ലാവിധ ചെടികളും മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സൂപ്പറാണ്. വിലയും കുറവാണ് തോന്നുന്നുണ്ട്. ഞങ്ങൾ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ ഇവിടെ വളരെ വില കുറവാണ് തോന്നുന്നുണ്ട്. അങ്ങനെ ഞാൻ സാധനമൊക്കെ വാങ്ങി നമ്മളെ വണ്ടി ഉണ്ട് കേട്ടോ. അവിടെ വണ്ടിയിലേക്ക് എടുത്ത് വെക്കാൻ പോവുകയാണ് ഗേസ്. എന്താ നമ്മളെ വണ്ടി തൊട്ട് അവിടെ നിൽക്കണേ. അങ്ങനെ വണ്ടിയിലെടുത്ത് വെച്ച് പൈസ കൊടുത്ത് തിരിച്ച് വരാണ്. പ്ലാവ്, നമ്മളെ പ്ലാവ്. പിന്നെ ഈ ചെടിയാണ് കേട്ടോ ഞാൻ വാങ്ങിയത്. നല്ല വെയിലത്ത് വെച്ചാൽ നല്ല കളറൊക്കെ ഉണ്ടാകുന്ന ചെടിയാണ്. പൂവൊന്നും ഉണ്ടാവില്ല, നല്ല എല്ലാവരും വീട്ടിലൊക്കെ ഉണ്ടാവും. പിന്നെ ഞാൻ അവിടെ നിന്ന് തിരിച്ച് വരുമ്പോൾ തന്നെ നല്ല മഴയായിട്ടോ. അങ്ങനെ അവിടെ നിന്ന് വരുന്ന വഴിക്ക് വേറൊരു ഫാം കണ്ട്, ഒരു നഴ്സറി. അവിടെ കയറി നല്ല മഴയായിരുന്നു കേട്ടോ. അവിടെ കയറി ഞാനൊരു പേരക്കത്തൈ വാങ്ങിട്ടോ. നല്ല നിറച്ചും കായ്കളും പൂക്കളുള്ള പേരക്കത്തൈ വാങ്ങിയിട്ടുണ്ട്. അതിനും വില കുറവാണ് കേട്ടോ. അവിടെ 50 രൂപയ്ക്ക് എനിക്കിത് കിട്ടിയത്. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. ദേവട്ടൻ ഫുൾ ഹാപ്പിയാണ്. ദേവട്ടന് ഞാനൊക്കെ ഇവിടെ കുഴിച്ചിട്ടുള്ള പരിപാടിയാണ്. ദേവട്ട ഈ ചെറിയ പേരക്കമരത്തിൻ്റെ മേലെ പൂക്കൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. അവൻ പൂ പറിക്കാനൊക്കെ നോക്കി. ഞാൻ പറിക്കേണ്ട പറഞ്ഞ് വെച്ചാണ് കേട്ടോ. അതാണ് നമ്മളെ പ്ലാവ്, വിയറ്റ്നാം എയർലി. 1 കൊല്ലം കൊണ്ട് കായ്ക്കുന്നൊക്കെയാണ് പറഞ്ഞത്. ഫ്രണ്ട്സ്, ഇപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബും ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.